വെൽക്കം ടു മെൻഡേഴ്സ്. നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് ക്ലാറ്റ് 2026ന്റെ സിലബസ് ആണ്. അപ്പൊ നിങ്ങൾക്ക് ഓൾറെഡി ക്ലീ എന്ന് പറഞ്ഞ എൻട്രൻസ് എക്സാം എന്താണെന്ന് അറിയാം, അല്ലെങ്കിൽ ക്യുസാറ്റിന്റെ കാറ്റ് എൻട്രൻസ് എക്സാം എന്താണെന്ന് അറിയാം. ഇങ്ങനെയുള്ള സ്റ്റേറ്റ് ലെവൽ ലോ എൻട്രൻസ് എക്സാമുകളാണ് നമ്മൾ പലരും പ്രിപ്പയർ ചെയ്യുന്നതും നമ്മൾ പലരും അപ്പിയർ ചെയ്യുന്നതും. എന്നാൽ നമ്മൾ എല്ലാവരും, എൻ്റെ അഭിപ്രായത്തിൽ എല്ലാവരും എഴുതിയിരിക്കേണ്ട ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ലോ എൻട്രൻസ് എക്സാം ആണ് ക്ലാറ്റ് എന്ന് പറയുന്നത്. ക്ലാറ്റ് ഒരു നാഷണൽ ലെവൽ ലോ എൻട്രൻസ് എക്സാം ആണ്. ഓക്കെ, അതായത് സിമ്പിളായിട്ട് പറഞ്ഞു തരികയാണെങ്കിൽ NLUs, നാഷണൽ ലോ യൂണിവേഴ്സിറ്റീസ്, അതായത് IITs ഓഫ് ലോ കോളേജ് എന്നാണ് NLUസിനെ വിളിക്കാറുള്ളത്. അപ്പോൾ ഈ NLUസിലോട്ടുള്ള അഡ്മിഷന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന എൻട്രൻസ് എക്സാം ആണ് ക്ലാറ്റ് എന്ന് പറയുന്നത്. അപ്പൊ ഇതിന്റെ സിലബസും ഇതിന്റെ മറ്റ് ഡീറ്റെയിൽസുമാണ് നമ്മൾ ഈ സെഷനിൽ ഡിസ്കസ് ചെയ്ത് പോകുന്നതെന്ന് പറയുന്നത്. അപ്പൊ ഡീറ്റെയിൽസിലേക്ക് കിടക്കാം. എന്താണ് ക്ലാറ്റ്? തൊട്ട് മുന്നേ ഞാൻ പറഞ്ഞ പോലെ ഇറ്റ്സ് എ കോമൺ ലോ അഡ്മിഷൻ ടെസ്റ്റ്. ഓക്കെ, എങ്ങോട്ടേക്കുള്ളത്? NLUസിലേക്കുള്ളത്. PG ഉണ്ട്, UG ഉണ്ട്. 5 ഇയർ കോഴ്സ് UG ആണ്. അപ്പൊ 24 ലോ യൂണിവേഴ്സിറ്റീസ്, നാഷണൽ ലോ യൂണിവേഴ്സിറ്റിയിലേക്കുള്ള അഡ്മിഷൻസ് ക്ലാറ്റ് എൻട്രൻസ് എക്സാം വഴിയാണ് നടക്കുന്നത് എന്നുള്ളത് മനസ്സിലാക്കുക. നിങ്ങൾക്ക് ഇതിനെ അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട് കൺസോർഷ്യം ഓഫ് NLUs.ac.in എന്നുള്ള വെബ്സൈറ്റ് വിസിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതിന്റെ ഡീറ്റെയിൽസ് കിട്ടും. നിങ്ങൾക്ക് ഇവിടെ അപ്ലൈ ചെയ്യാം, മുതലായ കാര്യങ്ങളൊക്കെ ചെയ്യാം. ഈ കൊല്ലത്തേക്കുള്ള അഡ്മിഷൻസ് ഇതുവരെ വിളിച്ചിട്ടില്ല. ഇനി ഇതിന്റെ ഇവിടെ കൊടുത്തിട്ടില്ലാത്തൊരു ഡീറ്റെയിൽ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം. അപ്പൊ മറ്റ് എൻട്രൻസ് എക്സാമുകൾ പോലെ ബാക്കി എക്സാമിന്റെ ഒക്കെ ഒരു ടൈം എന്ന് പറയുന്നത് ഈ പറഞ്ഞ ഏപ്രിൽ കഴിഞ്ഞ് മെയ്, ജൂൺ, ജൂലൈ എന്നുള്ള ടൈം ഫ്രെയിമിലാണെങ്കിൽ ക്ലാറ്റിന്റെ എൻട്രൻസ് എക്സാം ഡിസംബർ മാസങ്ങളിലാണ് നടക്കുന്നത്. ഇപ്പോൾ +2 പഠിച്ചുകൊണ്ടിരിക്കുന്ന ഒരാൾ ആ +2 ഡിസംബറിൽ അയാൾക്ക് എഴുതാം. +2 കഴിഞ്ഞിട്ടുള്ള ഡിസംബറിൽ വേണമെങ്കിലും എഴുതാം. അത് അവരവരുടെ ഇൻട്രസ്റ്റ് അനുസരിച്ചാണ് നമ്മളത് ചെയ്യുന്നത്. അങ്ങനെ ഡിസംബർ മാസമാണ് ഈ എക്സാം നടക്കുന്നത് എന്നുള്ളത് ഇമ്പോർട്ടൻ്റ് ആണ്. പിന്നെ ഇതിന്റെ സിലബസിനും വലിയ ഡിഫറൻസ് ഒക്കെ ഉണ്ട്. നമുക്ക് പിന്നീട് മുന്നോട്ട് പോകുമ്പോൾ ഡിസ്കസ് ചെയ്യാം. ഓക്കെ, പിന്നെ ഇതിൽ മറ്റൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം എന്ന് പറഞ്ഞാൽ ക്ലാറ്റിന്റെ സ്കോർ ഈ 24 ലോ യൂണിവേഴ്സിറ്റിയിലേക്ക് മാത്രമല്ല, ഇന്ത്യയിലെ മറ്റു പല പ്രഗത്ഭ ക്യാമ്പസുകളിലേക്കും ഈ ക്ലാറ്റിന്റെ സ്കോർ ഉപയോഗിച്ചുകൊണ്ട് അഡ്മിഷൻസ് കൊടുക്കാറുണ്ട്. അതിലും ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിന്റ് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഞാൻ എല്ലാവരോടും എന്തായാലും ഇത് എഴുതണം എന്ന് പറയുന്നതിന്റെ പ്രധാന കാരണം അവിടെ കൊടുത്തിട്ടുണ്ട്. അതായത് അഫിലിയേറ്റഡ് യൂണിവേഴ്സിറ്റീസ് മാത്രമല്ല, ഓർഗനൈസേഷൻസ് ഉണ്ട്. പല കോർപ്പറേറ്റ് ഓർഗനൈസേഷൻസും പോട്ടെ, പല പബ്ലിക് സെക്ടർ ഓർഗനൈസേഷൻ, പല PSUസും അവരുടെ ജോലിക്ക് എടുക്കുന്ന സമയത്ത്, അപ്പോയിൻമെന്റ് എടുക്കുന്ന സമയത്തും അതുപോലെ തന്നെ റിക്രൂട്ട്മെന്റ് പ്രോസസ്സിന്റെ ഭാഗമായിട്ടും അവർ ക്ലാറ്റിന്റെ സ്കോർ ചോദിക്കുന്നുണ്ട്. അത് നിങ്ങൾ മനസ്സിലാക്കുക. അതായത് LLB കഴിഞ്ഞ് നമ്മളൊരു ജോലിക്ക് പോകുമ്പോൾ നമ്മൾ മറ്റേതെങ്കിലും ക്യാമ്പസിലായിരിക്കും പഠിച്ചിട്ടുണ്ടാവുക, ക്ലാറ്റിലല്ല പഠിച്ചിട്ടുണ്ടാവുക, അല്ലെങ്കിൽ ഈ പറഞ്ഞ NLUസിലായിരിക്കില്ല. എന്നാൽ പോലും അവർ ചോദിക്കും, നിങ്ങൾ അന്ന് ക്ലാറ്റ് പരീക്ഷ എഴുതിയിട്ടുണ്ടായിരുന്നില്ല, അതിന്റെ സ്കോർ എന്താണ് എന്ന് നിങ്ങളോട് ചോദിക്കും. അങ്ങനെ ചോദിക്കുന്ന സാഹചര്യങ്ങളുണ്ട്, അങ്ങനെ ചോദിക്കുന്ന എക്സാംസ് ഉണ്ട്. അതിനെ ചലഞ്ച് ചെയ്തുകൊണ്ട് കേസുകളൊക്കെ പോയിട്ടുണ്ട്. പക്ഷെ അതിലൊന്നും ഇതുവരെ ഒരു വിധി പ്രോപ്പറായിട്ട് വന്നിട്ടില്ല. ഇപ്പോഴും അങ്ങനെ തന്നെ ജോലി കൊടുക്കുന്ന ഒരുപാട് ഓർഗനൈസേഷൻസ് ഉണ്ട്. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, നിങ്ങൾ എല്ലാവരും അതിന് പ്രിപ്പയർ ചെയ്തില്ലയോ, നിങ്ങൾ NLUസിൽ പഠിക്കാൻ ആഗ്രഹിക്കുന്നുണ്ടോ ഇല്ലയോ, അതിനൊന്നും ഇമ്പോർട്ടൻസ് ഇല്ല. നിങ്ങൾ എല്ലാവരും ക്ലാറ്റിനൊന്ന് അപ്പിയർ ചെയ്യേണ്ടത് നിർബന്ധമാണ്. അടുത്തായിട്ട് പറഞ്ഞു പോകുന്നത് എക്സാമിന്റെ പാറ്റേൺ എന്താണ് എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഓക്കെ, ഇതൊരു 2 മണിക്കൂർ വരുന്ന, മറ്റ് എക്സാമുകളെ പോലെ 2 മണിക്കൂർ 120 മിനിറ്റ്സ് വരുന്ന ഒരു എക്സാമാണ്. ഇവിടെ 120 ക്വസ്റ്റ്യൻസ് തന്നെയാണ് ഉള്ളത്. ഓരോ ചോദ്യത്തിനും 1 മാർക്ക് വീതമാണ്. ഒരു ശരി ഉത്തരത്തിന് 1 മാർക്കാണ് നമുക്ക് കിട്ടുന്നത്. അതുപോലെ തന്നെ തെറ്റുത്തരത്തിന് 0.25, ശരി ഉത്തരത്തിന് 1, അപ്പൊ അതിന്റെ 1/4 0.25 ആണ് തെറ്റുത്തരത്തിന് റെഡ്യൂസ് ചെയ്യുന്നത് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. അതിന്റെ ഇവിടെ സബ്ജക്ട്സ് എന്ന് പറയുന്നത് 5 ഹെഡിങ്ങിലായിട്ടാണ് നമുക്ക് സബ്ജക്ട്സ് ഉണ്ടായിരിക്കുക. ഇതും നമ്മൾ കൃത്യമായിട്ട് മനസ്സിലാക്കി പോരുക. ഇനി 5 സബ്ജക്റ്റുകൾ നമുക്കൊന്ന് പരിചയപ്പെടാം. ഇംഗ്ലീഷിൽ നിന്ന് ചോദ്യങ്ങളുണ്ട്, കറണ്ട് അഫയേഴ്സ് ആൻഡ് ജനറൽ നോളജിൽ നിന്ന് ചോദ്യങ്ങളുണ്ട്, അതുപോലെ ലീഗൽ റീസണിങ്ങിൽ നിന്ന് ചോദ്യമുണ്ട്, ലോജിക്കൽ റീസണിങ്ങിൽ നിന്ന് ചോദ്യമുണ്ട്, അതായത് ക്വാളിറ്റേറ്റീവ് ടെക്നിക്, ക്വാണ്ടിറ്റേറ്റീവ് ടെക്നിക്സ് എന്നൊരു പോർഷനിൽ നിന്നും ചോദ്യങ്ങൾ വരും. ഇതിന്റെ മാർക്ക് ഡിസ്ട്രിബ്യൂഷൻ നമ്മൾ നോക്കുകയാണെങ്കിൽ ക്ലാറ്റ് കൃത്യമായിട്ട് പ്രൊവൈഡ് ചെയ്യുന്നത് നമ്പേഴ്സ് അല്ല, പെർസെൻറ്റേജ് ആണ് അവർ പ്രൊവൈഡ് ചെയ്യുന്നത്. അതായത് ഓരോ സബ്ജക്റ്റിൽ നിന്നും എത്ര പെർസെൻറ്റേജ് ക്വസ്റ്റ്യൻസ് ചോദിക്കും എന്നുള്ളൊരു പെർസെൻറ്റേജ് കണക്കാണ് അവർ പ്രൊവൈഡ് ചെയ്യുന്നത്. ഇപ്പോൾ ഈ കൊല്ലത്തെ ക്വസ്റ്റ്യൻ പേപ്പറിന് അതേ നമ്പർ ഓഫ് ക്വസ്റ്റ്യൻസ് അവിടെ നിന്ന് ചോദിക്കണം എന്ന് നമുക്ക് ഉറപ്പ് പറയാൻ പറ്റത്തില്ല. അപ്പം ജസ്റ്റ് ഒന്ന് നോക്കുക. അതായത് ഇംഗ്ലീഷിന്റെ അകത്തു നിന്ന് 20%, അതുപോലെ തന്നെ ജനറൽ നോളജ് ആൻഡ് കറണ്ട് അഫയേഴ്സ് ആൻഡ് ലീഗൽ ആപ്റ്റിറ്റ്യൂഡ്, ഈ 2 ഏരിയയിൽ നിന്നും 25% വീതം ക്വസ്റ്റ്യൻസ് ഉണ്ടായിരിക്കും. അല്ല, ലോജിക്കൽ റീസണിൽ നിന്ന് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് 20%, ക്വാണ്ടിറ്റേറ്റീവ്
ടെക്നിക്കിൽ നിന്നും നമുക്കൊരു 10% ക്വസ്റ്റ്യൻസുമാണ് കിട്ടുന്നത്. അതിന്റെ ക്വസ്റ്റ്യൻ നമ്പർ ഡിസ്ട്രിബ്യൂഷൻ നോക്കി കഴിഞ്ഞാൽ 22 മുതൽ 26 വരെയുള്ള ചോദ്യങ്ങൾ ഇംഗ്ലീഷിൽ നിന്ന് ചോദിക്കാം. 28 മുതൽ 32 വരെയുള്ള ചോദ്യങ്ങൾ എന്ത് ചെയ്യാം, കറണ്ട് അഫയേഴ്സ് ആൻഡ് ജനറൽ നോളജിൽ നിന്ന് ചോദിക്കാം. അങ്ങനെ ഒരു വേഗമായിട്ടുള്ള ഡിസ്ട്രിബ്യൂഷൻ ഞാൻ അവിടെ കൊടുത്തിട്ടുണ്ട്, നിങ്ങൾക്ക് അത് റെഫർ ചെയ്യാം. ആ ഒരു റേഞ്ചിലായിരിക്കും ക്വസ്റ്റ്യൻസ് വരിക. കൃത്യമായിട്ടൊരു നമ്പർ ഒരിക്കലും പറയാൻ പറ്റില്ല. ക്വസ്റ്റ്യൻ നമ്പറിൽ വ്യത്യാസം ഉണ്ടാകുമെന്ന് ക്ലാറ്റ് തന്നെ അത് മെൻഷൻ ചെയ്യുന്നുണ്ട്. കൺസോർഷ്യം തന്നെ അത് കൃത്യമായിട്ട് മെൻഷൻ ചെയ്യുന്ന കാര്യമാണ്. ഇനി ഇതിന്റെ അധികം ഡീറ്റെയിൽസിലൂടെ ഞാൻ ഇപ്പോൾ പോകുന്നില്ല, അത് നമുക്കൊരു അടുത്ത സെഷനിലോട്ട് ഡിസ്കസ് ചെയ്യാം. നിങ്ങൾ ക്ലാറ്റിന് ഒരു കോച്ചിങ് നോക്കുന്നുണ്ടെങ്കിൽ, ഒരു അഫോർഡബിൾ ആയിട്ടുള്ള കോച്ചിങ് നോക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് മെന്റേഴ്സ് ചൂസ് ചെയ്യാവുന്നതാണ്. ഡിസ്ക്രിപ്ഷനിൽ നമ്മുടെ കോൺടാക്ട് നമ്പർ കൊടുത്തിട്ടുണ്ട്. ഞങ്ങൾ ഡയറക്റ്റ് ആയിട്ട് വിളിച്ച് അഡ്മിഷൻസ് നിങ്ങൾക്ക് ബുക്ക് ചെയ്യാവുന്നതാണ്.